Hello everyone, myself Faiz. I'm from AIMS Nagpur. So I'm a physics faculty in Sati platform. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. Okay. Units and measurement. Okay. So introduction. See, what is a physical quantity? What is a physical quantity? Yes, physical quantity means physical quantity. What is a physical quantity? Yeah, that's the first question. What is a physical quantity? A quantity which can be measured. So, quantity which can be measured, quantity which can be measured, quantity which can be measured is what? Is physical quantity. Okay, PQ. Like example, for example, like mass, correct, length, okay, time, etc. Okay. On the other hand, like see, ഞാനെന്ത് പറഞ്ഞത് ക്വാണ്ടിറ്റി ക്യാൻ ബി മെഷേർഡ് എന്താണ്? ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതിൽ മാസ് വന്നു, ലെങ്ത് വന്നു, ടൈം വന്നു. അതർ ഹാൻഡ് സപ്പോസ് ഇവരാണെന്ത്, എനിക്ക് ഇത്ര ഹാപ്പിനെസ് ഉണ്ട്, ഹാപ്പിനെസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇത്ര സാഡ് ആണ്, സാഡ്നെസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് എന്തായിരിക്കും? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺസെപ്റ്റ്. So from this physical quantity, we have two types. What are those? രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണത്? Everyone knows that. First one is fundamental quantities. What? Fundamental. ഇവ എന്താണ്? ഫണ്ടമെന്റൽ ആണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ ടൈപ്പോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ആ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ആദ്യം നമുക്കൊന്ന് നോക്കാം. Fundamental quantities. What are those fundamental quantities? So fundamental quantities means these are only like 7 quantities which are independent of all other quantities and they act as a basis for all other quantities. ഈ 7 fundamental quantities ഉണ്ടല്ലോ, 7 fundamental quantities ഉണ്ടല്ലോ, FQ fundamental quantities basic quantities ആണ്. Okay. So derived quantities of all other physical quantities can be derived by suitable multiplication. Fundamental quantities. Fundamental വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്? 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. യെസ്, ബേസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എൻസെറ്റിൽ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഏതാണ്? ലെങ്ത്. രണ്ടാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി മാസ്. മൂന്നാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, നാലാമത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ. ആറാമത്തത് amount of substance, that is quantity of matter. Last one is luminous intensity. ഇതിന്റെയൊക്കെ യൂണിറ്റ് നമുക്ക് നോക്കാം. യൂണിറ്റ് നോക്കാം. യെസ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, thermodynamic temperature Kelvin, amount of substance that is mole only, luminous intensity that is candelas CT. Okay, easy. Yes. നെക്സ്റ്റ് നമുക്ക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലേക്ക് പോകണം. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ കുറെ ടൈപ്പ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, CGS സിസ്റ്റം ഉണ്ട് അല്ലെ, CGS സിസ്റ്റം ഉണ്ട്, MKS സിസ്റ്റം ഉണ്ട്, FPS സിസ്റ്റം ഉണ്ട്, കുറെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. CGS സിസ്റ്റത്തിൽ എന്താണ്? അവിടെ CGS സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെങ്ത്തിന് സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്യേണ്ടത് യൂണിറ്റ് ആയിട്ട്. പിന്നെ മാസിന് ഗ്രാം, ടൈമിന് സെക്കൻഡ്. CGS 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തത് CGS, രണ്ടാമത്തത് FPS, മൂന്നാമത്തത് ഏതാണ്? MKS. ഡൗട്ടില്ലല്ലോ, ഈസി അല്ലേ? യെസ്. CGSലെ C stands for സെന്റിമീറ്റർ, G stands for gram and time S stands for second.
FPS ലോ F stands for ഏതാണ്? F stands for foot. ലെങ്ത് ഫൂട്ടിലാണ് മെഷർ ചെയ്യുന്നത് FPS സിസ്റ്റം. P stands for pound. മാസ് മെഷർ ചെയ്യുന്നത് പൗണ്ടിലാണ്. അഗെയിൻ ടൈം ഈസ് ഇൻ സെക്കൻഡ് ഓൺലി. MK സിസ്റ്റമോ M stands for മീറ്റർ. നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്നല്ലേ മീറ്റർ. പിന്നെയോ മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. ഈസി. The system of units which is at present internationally accepted for measurement is the system international SI units. SI units. നമ്മളിപ്പോ 7 ബേസിക് ക്വാണ്ടിറ്റീസ് പഠിച്ചില്ല, അതിന്റെയൊക്കെ SI യൂണിറ്റ്സ് ആണ് ഇത്. ഓക്കെ, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7. ലെങ്ത്തിന്റെ SI യൂണിറ്റ് മീറ്റർ, മാസിന്റെ SI യൂണിറ്റ് kg, ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസെന്റ് ഡെൻസിറ്റി കാൻഡില. ഓക്കെ, വെരി ഈസി. യെസ്. നമ്മൾ എന്ത് കണ്ടു? നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡെറിവേഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡെറിവേഡ് ക്വാണ്ടിറ്റീസ് ആയിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 ബേസിക് ക്വാണ്ടിറ്റീസിനെ പറ്റി പഠിച്ചു. പിന്നെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പഠിച്ചു. CGS, FPS, MKs. CGS സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. FPS ഫൂട്ട്, പൗണ്ട്, MKs മീറ്റർ, kg ആൻഡ് സെക്കൻഡ്. അത് പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? സം യൂണിറ്റ്സ് റിട്ടൈൻഡ് ഫോർ ജനറൽ യൂസ്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ടൈം നമുക്ക് നോക്കാം. Okay. All the non-zero digits are significant. Okay, this is the first rule. All the non-zero digits are significant. Next, second rule is the second rule is second rule. All the zeros between two non-zero digits are significant no matter where the decimal point is, if at all. എന്താണ്? All the zeros between two non-zero digits are significant. ഇതിന് ഉൾട്ട പറയുകയാണെങ്കിലോ, a zero becomes significant figure if it appears between two non-zero digits. That means, example ഞാൻ പറഞ്ഞുതരാം. Suppose 5.0 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3. 0 ബിറ്റ്വീൻ നോൺ-സീറോ ഡിജിറ്റ്സിന്റെ ഇടക്ക് വന്നാൽ എന്താണത്? യെസ്, സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൗണ്ട് ചെയ്യണം. അടുത്ത എക്സാമ്പിൾ പറയാം നമുക്ക്. 4004 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 4. ഓക്കെ, ദാറ്റ് മീൻസ് ഓൾ ദ സീറോസ് ബിറ്റ്വീൻ ടു നോൺ-സീറോ ഡിജിറ്റ്സ് ആർ വിത്തൗട്ട് എനി ഡൗട്ട്. മൂന്നാമത്തെ റൂൾ, if the number is less than 1, the zeros on the right of the decimal point but to the left of the first non-zero digits are not significant. അതായത് എന്താണ് പറയുന്നത്? ലീഡിങ് സീറോസ് ഓർ ദ സീറോസ് പ്ലേസ്ഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ നമ്പർ ആർ നെവർ സിഗ്നിഫിക്കന്റ്. നമ്പറിന്റെ ലെഫ്റ്റ് ആണോ അല്ലെങ്കിൽ ലീഡിങ് സീറോസ് ആണോ, അതൊരിക്കലും എന്തല്ല? സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. ഓക്കെ. മൂന്നാമത്തെ റൂൾ ഒന്നുകൂടി ഇവിടെ മാറ്റി എഴുതരാം ഫോർ സിംപ്ലിസിറ്റി. ഇതാണ് ഇത് മൂന്നാമത്തെ റൂൾ. എന്താണ് മൂന്നാമത്തെ റൂൾ പറയുന്നത്? ലീഡിങ് സീറോസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് 500, ഇത് രണ്ട് സീറോ എന്നാണ് ലീഡിങ് സീറോസ് ആണ്. സോ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളൂ. 40 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1. ലീഡിങ് സീറോസ്. അതായത് ലാസ്റ്റ് ഉള്ള സീറോയിൽ അവസാനിക്കുമ്പോ ലീഡിങ് സീറോസ് ഓർ ദ zeros placed to the left of the number. Zeros placed to the left of the number are never significant. Okay, അതായത് എക്സാമ്പിൾ നോക്കിക്കോ. 0.123 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറാ? 3. 0.0123 സ്റ്റിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറാ? 3 അല്ലെ? ലെഫ്റ്റ് നമ്പർ ആണെങ്കിൽ അതൊരിക്കലും എന്തല്ല, കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് 0.00123 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറാ? സ്റ്റിൽ 3 തന്നെ. കാരണം എന്താ? യെസ്, ലെഫ്റ്റ് ഓഫ് ദ നമ്പർ ആർ നെവർ സിഗ്നിഫിക്കന്റ്. ഈസി. യെസ്. നെക്സ്റ്റ് ഏതാണ്? നാലാമത്തെ റൂൾ എന്താണ്? നാലാമത്തെ റൂൾ the terminal or trailing zeros in a number without a decimal point are not significant. The terminal or trailing zeros
in a number with okay, trailing zeros, significant figure trailing zeros, leading zeros എന്തല്ല significant figure അല്ല. Trailing zeros or the zeros placed to the right of the number are significant. Okay, are not trailing zeros or the zeros placed to the right of the number are significant. Okay, leading. Okay, okay, ഇവിടെ റൂൾ ചേഞ്ച് ഉണ്ട്. ലീഡിങ് സീറോസ് ആണ്. സോ ലീഡിങ് സീറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 500 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? യെസ്, 500 മൂന്ന് സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 50 രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ, ലീഡിങ് സീറോസോ അല്ലെങ്കിൽ നമ്പർ ലെഫ്റ്റ് വരുന്ന സീറോസോ സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ല. ടെർമിനൽ ട്രെയിലിംഗ് സീറോ അവസാനിക്കുമ്പോൾ സീറോ അവസാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് നമ്പർ വിത്ത് അല്ലെങ്കിൽ എന്ത് റൈറ്റ് ഓഫ് ദ നമ്പർ ആണെങ്കിൽ എന്താണ് സിഗ്നിഫിക്കന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4.330 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറാ? 4. 43.00 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗറാ? 5. ഓക്കെ, അവസാനിക്കുകയാണെങ്കിൽ റൈറ്റ് ഓഫ് ദ നമ്പർ ആണെങ്കിൽ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൗണ്ടർ ചെയ്യണം. ദിസ് ഈസ് ദ ലാസ്റ്റ് റൂൾ. എന്താണ്? ദ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കന്റ് ഫിഗർ. ഓക്കെ, ട്രെയിലിംഗ് സീറോസിന് രണ്ട് റോള്. ട്രെയിലിംഗ് സീറോസ് ഡെസിമൽ ഇല്ലെങ്കിൽ നോട്ട് സിഗ്നിഫിക്കന്റ്. ട്രെയിലിംഗ് സീറോസ് ഡെസിമൽ ഉണ്ടെങ്കിൽ സിഗ്നിഫിക്കന്റ്. സോ 5 റൂള് ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്താൽ ഓൾ ദ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. പിന്നെ 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ സീറോസ് ഓൺ ദ റൈറ്റ് ഓഫ് ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ നമ്പറിന്റെ ലെഫ്റ്റ് ഉള്ളത് എന്താണ് സിഗ്നിഫിക്കന്റ് അല്ല. ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കന്റ് അല്ല എപ്പോ ആ നമ്പറിൽ ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ. ഇനി ട്രെയിലിംഗ് സീറോ സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് കൗണ്ട് ചെയ്യും എപ്പോ ആ നമ്പറിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ടു more. Next, the numerical portion gives the number of significant figure. That means, okay, a rule ഞാൻ എഴുതി വെക്കാം. എന്താണ് റൂള്? in exponential notation, the numerical portion gives the number of significant figure. That is example 3.4 into 10 raised to minus 2 എത്ര significant figure? 2. 4.6 into 10 raised to 3 എത്ര significant figure? Again 2. Okay, yes, easy. നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ, സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെ ഡീൽ ചെയ്യണം അതാണ് അടുത്ത പഠിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് അഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ പഠിക്കാം. അഡിഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ in addition or subtraction, the final result should retain as many decimal places as are there in the number with the least decimal places. That means first എന്തൊക്കെയാണ് നമുക്ക് മൂന്ന് ലൈൻസ് സ്പ്ലിറ്റ് പറയാൻ പറ്റും. ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗറിന് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കൗണ്ട് ദ number of significant figures in the decimal only. മാത്രമുള്ള സിഗ്നിഫിക്കന്റ് ഫിഗർ കൗണ്ട് ചെയ്യുക. രണ്ടാമത്തെ റൂള്, അതായത് രണ്ടാമത്തെ പോയിന്റ് ആഡ് ഓർ സബ്സ്ട്രാക്ട് ഇൻ ദ നോർമൽ ഫാഷൻ. നോർമൽ ഫാഷനിൽ എന്ത് ചെയ്യണം? നമ്മള് ആഡ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട്. ഓക്കെ, നോർമലി ആഡ് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. അടുത്ത മൂന്നാമത്തത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ
number of digits in the decimal portion of the answer. Answer decimal portion should be approximated to the least of the two numbers. That means ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വെച്ചുതരാം. സോ ഇതാണ് എനിക്ക് 33.3 പ്ലസ് 3.11 പ്ലസ് 0.313 ഇതാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ മൂന്ന് സംഖ്യ എനിക്ക് ആഡ് ചെയ്യണം. നമ്മൾ നോക്കുക. ഒന്നാമത്തെ റൂൾ പറയുന്നത് കൗണ്ട് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇൻ ദ ഡെസിമൽ പോർഷൻ. ഓക്കെ, ഇതിൽ ഡെസിമൽ പോർഷനിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 1. ഇതിന്റെ ഡെസിമൽ പോർഷനിലോ 2. ഇതിന്റെ ഡെസിമൽ പോർഷനിലോ 3. ഓക്കെ, അതും കൗണ്ട്. ആഡ് ഓർ സബ്ട്രാക്ട് ഇൻ ദ നോർമൽ ഫാഷൻ. നോർമൽ ഫാഷനിൽ ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്യാം. സോ 3, 2, 7, 6, 3. ഇതാണ് എനിക്ക് ആൻസർ കിട്ടിയല്ലോ. അടുത്തത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ പോർഷൻ ഓഫ് ദ ആൻസർ ഷുഡ് ബി അപ്രോക്സിമേറ്റഡ് ടു ദ ലീസ്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ദാറ്റ് ഈസ്, അടുത്തത് ആൻസർ എന്തായിരിക്കണം? നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ പോർഷൻ ഓഫ് ദ ആൻസർ ഷുഡ് ബി അപ്രോക്സിമേറ്റഡ് ടു ദ ലീസ്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ലീസ്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതിൽ ഏതാണ് ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ? 1. സോ ആൻസറിലും ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഡെസിമൽ പോർഷനിൽ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ആൻസർ വുഡ് ബി 36.7. ഇതിൽ ഡെസിമൽ പോർഷൻ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളൂ. ഓക്കെ, ഈസി. യെസ്. ഓക്കെ, ഇതാണ് അഡീഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴുള്ള നമ്മളെ റൂള്. ഓക്കെ, ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നോക്കാം. അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്ക്. സ്പ്ലിറ്റ് ചെയ്താൽ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോഴുള്ള റൂൾ. എന്താണ് റൂൾ പറയുന്നത്? ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് retain as many significant figures as are there in the original number with the least significant figure. ഇത് ഞാൻ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത്. ഓക്കെ, ഒന്നാമത്തത് 2 ഭാഗമായിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ഇൻ നോർമൽ ഫാഷൻ. നോർമൽ ഫാഷനിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 2. ഓക്കെ, ഇതാണ് അടുത്ത. ഈ റൂളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദ ലീസ്റ്റ് number of significant figures in any number of the problem determines the number of significant figures in the answer. That's actually, you are now looking at the entire number, not just the decimal portion. ആഡും സബ്സ്ട്രാക്ട് നമ്മൾ ഡെസിമൽ പോർഷനിൽ മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ യു ആർ നൗ ലുക്കിംഗ് അറ്റ് ദ എൻറ്റയർ നമ്പർ. ഇപ്പൊ നമ്മൾ എൻറ്റയർ നമ്പറിൽ നോക്കണം, നോട്ട് ജസ്റ്റ് ദ ഡെസിമൽ പോർഷൻ. വെറും ഡെസിമൽ പോർഷൻ നോക്കിയാൽ പോരാ. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് പറയാം. എക്സാമ്പിൾ നോക്കിക്കോ. ഓക്കെ, എനിക്കിതാണ് എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്താണ്? 142.06 ഇൻറ്റു 0.23. റൂൾ പ്രകാരം എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ഇൻ നോർമൽ ഫാഷൻ. ആദ്യം നമ്മൾ നോർമൽ ഫാഷനിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. 3, 6, 18, 1, 6, 12, 4, 0, 2, 6, 12,
1 4 8 2 8 3 7 6 2 3 3 2 6 7 3 8. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ റൂളിലേക്ക് പോവാം. എന്താണ് ആ റൂള് പറയുന്നത്? The least number of significant figures in any number of the problem determines the number of significant figures in the answer. ഇപ്പൊ നമ്മൾ പ്രോബ്ലത്തിലെ ഓരോ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കുക. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടടാ? അല്ലെ, ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റിനിടക്കല്ലേ സീറോ ഉള്ളത്. സോ അത് കൗണ്ട് ചെയ്യണം. എത്ര ഉണ്ട്? 5. ഇതിലോ? ഇതിലെത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? ലീഡിങ് സീറോസ് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നമ്മൾ കൗണ്ട് ചെയ്യോ? സോ ഇതിൽ എത്ര ഉണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ? 2. സോ ആൻസറിലും എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ വരാനേ പാടുള്ളൂ? 2. സോ ഇതില് 32.6 33 ആയിട്ട് നമ്മൾ എന്ത് ആൻസർ എഴുതേണ്ടത്? കാരണം ലീസ്റ്റ് ആയിരിക്കണം. കറക്റ്റ്? യെസ്. സോ അതെന്തായി? ക്ലിയർ ആയി. സോ സിഗ്നിഫിക്കന്റ് ഫിഗർ പറഞ്ഞു, അതിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആ റൂളും പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കേണ്ട എന്താണ്? അടുത്ത സബ് ടോപ്പിക് എന്താണ്? നമ്മള് ഓഫ് അൺസർട്ടൻ ഡിജിറ്റ്സ്. എന്താണ് അടുത്ത് പഠിക്കുന്നത്? നമ്മൾ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാവുന്നതാണ്. എങ്ങനെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഇതിനും കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് പ്രകാരം പറഞ്ഞു പോയാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? റൗണ്ടിങ് ഓഫിന്റെ റൂൾസ് പറഞ്ഞു പോകാം. ഓക്കെ, ഫസ്റ്റ് റൂൾ, റൗണ്ടിങ് ഓഫിന്റെ ഫസ്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് റൂൾ, if the digit to be dropped is less than 5, then the preceding digit is left unchanged. Yes. If the digit to be dropped is less than 5, അഞ്ചിനെക്കാട്ടും കുറവുള്ള സംഖ്യയാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെങ്കിൽ, then the preceding digit is left unchanged. എക്സാമ്പിൾ നോക്കിക്കോ. സപ്പോസ് എനിക്ക് 7.82 എനിക്ക് 2 സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യണം. ഞാൻ എന്താണ് എഴുതേണ്ടത്? 7.8. കറക്റ്റ്. ഞാനിവിടെ ശരിക്കും ഡ്രോപ്പ് ചെയ്ത ഡിജിറ്റ് ഏതാണ്? 2. അത് ലെസ് ദാൻ 5 അല്ലേ? അപ്പൊ പ്രിസീഡിങ് ഡിജിറ്റിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ചേഞ്ചും വരത്തില്ല. ഈസി. യെസ്, കറക്റ്റ്. അടുത്ത നമുക്ക് എന്ത് നോക്കാം? രണ്ടാമത്തെ റൂൾ നോക്കാം. രണ്ടാമത്തെ റൂൾ എന്താണ് പറയുന്നത്? ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ്, if the digit to be dropped is more than 5, നമ്മൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യേണ്ട ഡിജിറ്റ് more than 5 ആണെങ്കിൽ then the preceding digit is raised by 1. ഓക്കെ, മോർ ദാൻ 5 ആണെങ്കിൽ preceding digit ഒന്ന് എന്ത് ചെയ്യണം? കൂട്ടണം. എക്സാമ്പിൾ നോക്കിക്കോ. സപ്പോസ് എനിക്ക് 6.87 2 സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യണം. ഞാൻ 6.8 എന്ന് എഴുതിയത് തെറ്റാണ്. കാരണം ഡ്രോപ്പ് ചെയ്യുന്ന 7 എന്താണ്? മോർ ദാൻ 5 ആണ്. സോ പ്രിസീഡിങ് ഡിജിറ്റ് എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്യണം. സോ 6.9 ആയിരിക്കും നമ്മൾ എന്ത് ആൻസർ. അടുത്ത എക്സാമ്പിൾ നോക്കിയോ. 12.38 എനിക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ 12.4 എഴുതും. എന്താ? ഇതാണ് എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഇത് ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ ഇതിനോട് എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഈസി. വെരി ഈസി. അടുത്ത മൂന്നാമത്തെ റൂള്, റൗണ്ടിങ് ഓഫിന്റെ മൂന്നാമത്തെ റൂളിലേക്ക് നോക്കാം. മൂന്നാമത്തെ റൂൾ, if the digit to be dropped is 5. ഓക്കെ, നമുക്ക് 5 തന്നെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെങ്കിലോ ഫോളോഡ്. ഓക്കെ,
If the digit to be dropped is 5, is 5, is 5, or 5 followed by zeros ആണെങ്കിൽ, then preceding digit is left unchanged if it is even. If it is even. എക്സാമ്പിൾ നോക്കിക്കോ, ഇതാണ് എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. സപ്പോസ് എനിക്ക് 3.250 ഇതിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ നോക്കുക, 5 അല്ലെങ്കിൽ 5 ഫോളോഡ് ബൈ 0. ഇപ്പൊ 3 ഇഫ് ഇറ്റ് ഈസ് ഈവൻ, ഇപ്പൊ 3.2 തന്നെ ഇവൻ ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഈസി. യെസ്. ഓക്കെ, അടുത്ത നാലാമത്തെ റൂൾ എന്താണ് പറയുന്നത്? നാലാമത്തെ റൂള് പറയുന്നത് if the digit to be dropped is 5 or 5 followed by 0, then the preceding digit is raised by 1 if it is odd. Okay, സെയിം റൂള് തന്നെ. ഡിജിറ്റ് ഓഡ് ആണെങ്കിൽ നമ്മൾ ഒന്ന് ആഡ് ചെയ്യണം, ഇവൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓഡ് ആണെങ്കിൽ ഒന്ന് ചെയ്യണം, ഒന്ന് ആഡ് ചെയ്യണം. സപ്പോസ് 3.750, 5 അല്ലെങ്കിൽ 5 ഫോളോഡ് ബൈ 0, സോ 3.7 എന്നതിൽ എഴുതാം 3.8. കാരണം എന്താണ്, ഓഡ് ആകുമ്പോൾ ഒന്നും ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഈസി. യാ. സോ റൗണ്ടിങ് ഓഫ് നമ്മൾ റൂൾസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? റൗണ്ടിങ് ഓഫ് നമ്മൾ റൂൾസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. Each side is measured to be 7.203 meter. What are the total surface area and the volume of the cube? To appropriate significant figure. നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗർ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ പറയും. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ആഡ് ഓർ മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ഇൻ സെയിം ഫാഷൻ. എന്നിട്ട് അതിൽ ആർക്കാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ഫിഗർ കുറവുള്ളത്, ആ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറുകളിൽ എത്രയാണോ ആ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗറാണ് ആൻസറിൽ വരേണ്ടത്. സോ സർഫസ് ഏരിയ എങ്ങനെയാണ് സർഫസ് ഏരിയ കാണുന്നത്? 6 ഇൻറ്റു സി. ഒരു സൈഡിന്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? A². മൊത്തം എത്ര ഉണ്ട്? 6 സൈഡ് ക്യൂബിനല്ലേ? 6 ഇൻറ്റു A². സോ നമ്മൾ നോക്കുകയാണെങ്കിൽ 7.203 ഇതിന്റെ സ്ക്വയർ ഇൻറ്റു 6 ആയിരിക്കും നമ്മളെ ആൻസർ അല്ലേ? സോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 311.29925 ആണ്. നോക്കിക്കോ, നമ്മള് ഇതൊക്കെ എന്താണ് ശരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്? 7.203 ഇൻറ്റു 7.203 ഇൻറ്റു 6. കറക്റ്റ്. ഇതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്ക്, 6.000. കറക്റ്റ്. ഇതില് ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാണ്? എല്ലാത്തിലും 4. സോ എല്ലാത്തിലും 4 ആണ്. സോ ആൻസറിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര ആയിരിക്കണം? 4 ആയിരിക്കണം. 4 അല്ലേ? കറക്റ്റ്. യെസ്. വോളിയം എന്താണ് ശരിക്കും? A ക്യൂബ്. അത് 7.203 ഇൻറ്റു 7.203 ഇൻറ്റു 7.203. കറക്റ്റ്. നോക്കിക്കോ, അഗെയിൻ ആൻസറിൽ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര ആയിരിക്കണം? 4 തന്നെ ആയിരിക്കണം. ഓക്കെ, ഈസി. 4 അല്ലേ? കറക്റ്റ്. ഇനി ഇവിടെ നോക്ക്, ഇവിടെ 2.9 അല്ലേ? 2.9 നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടത് എന്താണ്? 9 ആണ്. 9 ഗ്രേറ്റർ ദാൻ 5 അല്ലേ? സോ പ്രൊസീഡിങ് ഡിജിറ്റ് എന്ത് ചെയ്യണം? ഒന്ന് ആഡ് ചെയ്യണം. അതാണ്. ഇനി ഇവിടെ നോക്ക്, 1 അല്ലേ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്? സോ 1 ലെസ് ദാൻ 5 അല്ലേ? സോ പ്രൊസീഡിങ് ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതാം. കറക്റ്റ്. സറൗണ്ടിങ് ഓഫും സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ഒരു ക്വസ്റ്റൻ തന്നെ നമ്മൾ ആഡ് ചെയ്യും. അടുത്തത് 5.74 gram of a substance occupies 1.2 centimeter cube. So mass is given, volume is given. Express its density by keeping the significant figures in view. So simple. നമുക്ക് എന്താണ് കാണേണ്ടത്? ഡെൻസിറ്റി. സോ ഡെൻസിറ്റി കാണേണ്ടത് എന്താണ്? ഡെൻസിറ്റി ഫോർമുല എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ? ഡെൻസിറ്റിയുടെ ഫോർമുല മാസ് ബൈ വോളിയം. സോ ഇവിടെ നോക്ക്, മാസ് എന്താണ്? 5.74, വോളിയോ 1.2. സോ 5.74 divided by
1.2. ഡിവൈഡ് ചെയ്യുമ്പോൾ ഓൾഡ് ഫാഷനിൽ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിരിക്കണം ആൻസറിലും വരേണ്ടത്. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 3. ഇതിൽ 2. സോ ആൻസറിൽ എത്ര വരണം? 2. സോ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? 4.8 അല്ലെ? 2 സിഗ്നിഫിക്കന്റ് ഫിഗറെ വരേണ്ട ആവശ്യമുള്ളൂ. കറക്റ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ? ഈസി. യെസ്, ഈസി. യെസ്. അടുത്ത എന്താണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പഠിക്കാം. എന്താണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്? വാട്ട് ഈസ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്? ഓക്കെ, അത് പഠിക്കാം. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. എന്താണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്, the order of magnitude, the order of magnitude of a given number, of a given number is the nearest power often to which it is approximated. For example, suppose n into 10 raised to x ആണെങ്കിൽ ഇവിടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണ്? x ആണ്. ഓക്കെ, ഇപ്പൊ 2 into 10 raised to -1 എന്താണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്? -1. ഈസി. സോ 1ന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താണ്? എനിക്ക് 1 into 10 raised to 0 എന്ന് എഴുതിക്കൂടെ? സോ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 0. ഇനി 5ന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്താ? 5 into 10 raised to 0. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 0. 31ന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയാ? 3.1 into 10 raised to 1. സിഗ്നിഫിക്കന്റ് ഫിഗർ 1. സോറി, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 1. കറക്റ്റ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഓക്കെ, അടുത്തതാണ് ഡയമെൻഷന്. നമുക്ക് ബാക്കിയുണ്ട് ഡയമെൻഷൻ. ഓക്കെ, ഡയമെൻഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അടുത്ത് നമുക്ക് എറേഴ്സ് നോക്കാം. എറേഴ്സ്. ഓക്കെ, എറേഴ്സ്. ഓക്കെ, എറേഴ്സ് നോക്കാം. ഈസി അല്ലേ? ഓക്കെ, അടുത്ത് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? എറേഴ്സ്. ഓക്കെ, എറേഴ്സ്. ഓക്കെ, എറേഴ്സ് ആണ് അടുത്ത് നോക്കാൻ പോകും. ഈസി അല്ലേ? ഇമ്പോർട്ടന്റ് കാര്യങ്ങള് എന്താണ്? മീൻ അല്ലെങ്കിൽ mean value. So errors in the measurement. First thing is true or mean value. Okay, true or mean value, we can calculate mean value m equal to a1 plus a2 plus up to nth divided by number of. That's like suppose like 2 second, 4 second, 6 second, 8 second. Then mean time will be how much? Plus 4 plus 6 is 8 divided by 4 is d4. Correct. 5 second. Easy. Yes. Next is absolute error. What is absolute error? What is absolute error? Okay. അബ്സല്യൂട്ട് എറർ ഓരോന്നിലും എത്ര എറർ ഉണ്ടെന്ന് നോക്കാം. ഓരോന്നും മീനിന്ന് എത്ര മാറിയിട്ടാന്ന് നോക്കാം. സപ്പോസ് ദറ്റ് ഈസ് ലൈക്ക് ഡെൽറ്റ a1 we can write as a mean minus a1 and delta a2 we can write a mean minus a2 like this. ഇനി ഇതിൽ തന്നെ ഈ കേസ് തന്നെ നോക്കിക്കോ. ഇതിൽ ഡെൽറ്റ ഒന്നാമത്തെ എറർ എത്രയായിരിക്കും? 5 minus 2 3. പിന്നെയോ 5 minus 4 1. പിന്നെ 6 minus 5 1. 8 minus 5 എത്ര? 3. കറക്റ്റ്. ഇതാണ് അബ്സല്യൂട്ട് എറേഴ്സ്. ഇനി മൂന്നാമത്തെ പഠിക്കേണ്ടതാണ്. മൂന്നാമത്തത് മീൻ അബ്സല്യൂട്ട് എറർ. എന്താണ്? ഓക്കെ, ഇത് -1 -1, ഇത് -3. മീൻ അബ്സല്യൂട്ട് എറർ.
എന്താണ് ഈ മീൻ അബ്സല്യൂട്ട് എറർ? ഈ എല്ലാ അബ്സല്യൂട്ട് എററിന്റെയും എന്ത് കണ്ടുപിടിക്കുക? മീൻ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് മീൻ അബ്സല്യൂട്ട് എറർ. മീൻ അബ്സല്യൂട്ട് എറർ ഈസ് ഈക്വൽ ടു ഓരോ അബ്സല്യൂട്ട് എററിന്റെ എന്ത് ചെയ്യുക? മീൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഓരോ അബ്സല്യൂട്ട് എററിന്റെയും എന്ത് കണ്ടുപിടിക്കുക? മീൻ കണ്ടുപിടിക്കുക. ഓരോന്നിന്റെയും മോഡ് എടുത്തിട്ട് ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ ഈസി ആയിട്ട് മാറും. സോ ആക്ച്വലി നമ്മൾ ഒരു റിയൽ വാല്യൂ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റിയൽ വാല്യൂ ഈസ് ഈക്വൽ ടു അതിന്റെ മീൻ പ്ലസ് ഓർ മൈനസ് അതിന്റെ എന്ത്? അബ്സല്യൂട്ട് എറർ. അതിന്റെ എന്ത്? അബ്സല്യൂട്ട് എറർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ യെസ്, ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റിയൽ വാല്യൂ. സോ ഇതെന്താണ്? മീൻ വാല്യൂ. ഇതെന്താണ്? മീൻ വാല്യൂ. ഇതെന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ. ഇതെന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ. ഇതെന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, സോ മീൻ വാല്യൂ, മീൻ അബ്സല്യൂട്ട് എറർ. ഇനി എന്താണ് റിലേറ്റീവ് എറർ? എന്താണ് റിലേറ്റീവ് എറർ? റിലേറ്റീവ് എറർ എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് എറർ എന്താണ്? റിലേറ്റീവ് എറർ റിലേറ്റീവ് എറർ ആർ ഈക്വൽ ടു മീൻ അബ്സല്യൂട്ട് എറർ ബൈ മീൻ വാല്യൂ. എന്താണ് റിലേറ്റീവ് എറർ? റിലേറ്റീവ് എറർ ഈസ് ആക്ച്വലി മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡ് ബൈ മീൻ വാല്യൂ. മീൻ അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ. ഇതാണ് എന്ത്? റിലേറ്റീവ് എറർ. ഓക്കെ, ഇതാണ് റിലേറ്റീവ് എറർ. ലാസ്റ്റ് എന്താണ്? എറർ. എന്താണ്? പെർസെന്റേജ് എറർ. Percentage error is simple relative error into 100. That is, this is percentage error. This is percentage error. Okay, this is percentage error. Okay, yes. Okay. So the errors. Okay, yes. Easy അല്ലേ? Yeah. Relative error of a value of number of specified to significant figures depends not only on the but also on the number itself. Correct അല്ലേ? Yes. ഇതിൽ നോക്കിക്കോ. See, ഇതിൽ നോക്ക്. 1. അതായത് ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂ. എന്താണ്? 1.02 പ്ലസ് ഓർ മൈനസ് 0.01. ഓക്കെ, സോ നമ്മൾ എന്താണ് കോൺസെപ്റ്റ്? എന്താണ്? ഇതാണ് കറക്റ്റ്. ഇങ്ങനെയാണ്. യെസ് അല്ലേ? മീൻ പ്ലസ് മീൻ റൂട്ട് എറർ. മീൻ പ്ലസ് മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, സോ ഇതിൽ നമ്മൾ എങ്ങനെ കാണുന്നത്? സിമ്പിൾ മീൻ അബ്സല്യൂട്ട് എറർ ബൈ മീൻ വാല്യൂ. സോ എന്താണ് ഇതിലെ മീൻ അബ്സല്യൂട്ട് എറർ? 0.01 ഡിവൈഡഡ് ബൈ 1.02. ഓക്കെ, ഇതാണ് റിലേറ്റീവ് എറർ. എന്താണ് പെർസെന്റേജ് എറർ? പെർസെന്റേജ് എറർ ഇതിനെ 100% ഗുണിച്ചാൽ മതി. സോ ഇത് ശരിക്കും എന്ത് ഇവിടെ? പെർസെന്റേജ് എറർ. കറക്റ്റ് അല്ലേ? യെസ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 0.6 ഇതെന്താണ്? പെർസെന്റേജ് എറർ. ഇത് വെച്ച് നമുക്ക് കിട്ടും പെർസെന്റേജ് എറർ കിട്ടും. എങ്ങനെ കിട്ടും? ഇതിൽ പെർസെന്റേജ് എറർ എങ്ങനെ കിട്ടുന്നത്? ഇതിൽ പെർസെന്റേജ് എറർ 0.1. That is mean absolute error divided by mean value. 16.2 into 100. ഇതായിരുന്നു നമ്മൾ എന്ത് വരിക? പെർസെന്റേജ് എറർ. എത്ര വരുന്നത് പെർസെന്റേജ് എറർ വരുന്നത്? 10. Yes. That is how we calculate percentage error. Correct? Yes. Similarly ഇവിടെയും. ഓക്കെ, സിമിലർലി ഇവിടെ എന്താണ്? ഇനി നമുക്ക് പെർസെന്റേജ് എറർ കിട്ടുന്നത് 0.1 by 10.1. Then the error of the product. Okay, error of the product. Okay, ഇങ്ങനെ നമ്മൾ ഇത് പ്രൊപ്പഗേഷൻ ഓഫ് എറർ എന്നാ പറയാ. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എററിനെ എങ്ങനെയാണ് നോക്കേണ്ടത്?
സപ്പോസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ സപ്പോസ് ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് വിചാരിച്ചു. ഓക്കെ എക്സ് കറക്റ്റ് ഇങ്ങനെയാണ്. എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ്. എയോ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ. ബിയോ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. കറക്റ്റ്. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്ക് എറേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, എറേഴ്സും ആഡ് ചെയ്യണം. സപ്പോസ് എനിക്ക് ആഡ് ചെയ്യേണ്ടതാണ് 2.01 3.02 വിചാരിച്ചോ. സോ അത് എന്താ കിട്ടത് 5 പോയിന്റ്. എറേഴ്സ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ 5.03. കറക്റ്റ് അല്ലേ? യെസ്. ഇനി അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എറേഴ്സിന്റെ റൂൾ എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാണ് എന്ത് എററിന്റെ പ്രൊപ്പഗേഷൻ. കറക്റ്റ്. സപ്പോസ് എനിക്ക് നോക്കിക്കോ, എനിക്കിത് മൾട്ടിപ്ലൈ എന്ത് 2 പ്ലസ് ഓർ മൈനസ് 0.1 ഇൻറ്റു 3 പ്ലസ് ഓർ മൈനസ് 0.3. ഇതാണ് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. സോ നോർമലി എന്താ കിട്ടുക, മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്താ കിട്ടും, എക്സ് കിട്ടും. കറക്റ്റ്. സോ എക്സ് ഈസ് ഐ ക്യാൻ റൈറ്റ് 6 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് കാണാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂൾ ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ എഴുതും നമ്മള്, ഡെൽറ്റ എക്സ് ബൈ എക്സ്. ഡെൽറ്റ എക്സ് ആണ് കാണേണ്ടത്, എക്സ് ആണ് ഈക്വൽ ഡെൽറ്റ എ ബൈ എ. 0.1/2 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി 0.3/3. കറക്റ്റ്. ഇത് നമുക്ക് ഡെൽറ്റ എക്സ് എന്ത് കിട്ടും, ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി, 0.6 പ്ലസ് 0.3 ഇത് കിട്ടി. അതായത് ആക്ച്വലി 0.9. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ആൻസർ എന്തായിരിക്കും 6 പ്ലസ് ഓർ മൈനസ് 0.9. 6 പ്ലസ് ഓർ മൈനസ് 0.9. കറക്റ്റ്. ഈസി അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ റൂൾ എന്താണ്, സപ്പോസ് ക്വാണ്ടിറ്റി റേസ്ഡ് ടു സം പവർ ആണെങ്കിൽ, ക്വാണ്ടിറ്റി റേസ്ഡ് ടു സം പവർ ആണെങ്കിൽ ഇങ്ങനത്തെ കേസിൽ എങ്ങനെ നമ്മൾ കാണുന്നത്, ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിലുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി ക്യൂബ്. ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ജനറലി ഞാൻ ഒരു ഇക്വേഷൻ കൊടുക്കുകയാണ്, എക്സ് ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൽ ബി റൈസ് ടു എം ഡിവൈഡഡ് ബൈ സി റൈസ് ടു എൻ. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് എൻ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. കറക്റ്റ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡെൽറ്റ എ ബൈ എ, ഡെൽറ്റ എ ബൈ എ പ്ലസ് എം ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് എൻ ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഐ ഹാവ് എൻ എക്സാമ്പിൾ ഫോർ യു. ഓക്കെ, ഇതാണ് നമ്മൾ സപ്പോസ് z is equal to a square b raised to 2/3 divided by c raised to 1/2 and d cube. Okay, any percentage error in the measurement of a, b, c are 2, 1.5, 4, 2.5. Okay, നമുക്ക് പെർസെന്റേജ് എററിന് z ആണ് കണ്ടത്. എ ബി സി ഡി ഇതിലുള്ള പെർസെന്റേജ് എറർ ഗിവൺ ആണ്. ഇതിൽ എയിലുള്ളത് 2, 1.5, 4, 2.5. സോ സെഡിലുള്ള പെർസെന്റേജ് എറർ ആണ് കാണേണ്ടത്. എങ്ങനെ കാണുന്നത്, ജസ്റ്റ് സെയിം റൂൾ കൊടുത്തൂടെ. സോ 2 into 2 plus 2/3 into 3/2 plus 4 into 1/2 plus 3 into 5/2. എത്ര വരും, 4 plus 1 plus 2 plus 15/2. 15/2 7.5. That is
14.5%. Correct? Easy അല്ലേ? Yes. This is how we do propagation of error. Okay. NCERT-ൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? Yes. Okay. This is how we do propagation of error. Intermediate results in multi-step computation should be calculated to one more significant figure in every measurement than the number of digits in the least precise measurement. Okay, yes. Easy. Yeah, dimension we will do in second session.